ஆட்டோ வந்துட்டு ஏறு Alhamdulillah. Apa no? Kamu sampai di sana. അസ്സലാമു അലൈക്കും, എല്ലാവർക്കും എൻ്റെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇപ്പം ഇപ്പോൾ ഉള്ളത് വളരെ പ്രശസ്തമായ തമിഴ്നാട്ടിലുള്ള ഒരു തിരുച്ചിനാപ്പള്ളി തിരുച്ചി എന്ന് പറയുന്ന തബലയാലം ബാദുഷാ ദർഗയിലാണ് ഇപ്പോൾ ഉള്ളത്. വളരെ പ്രശസ്തമായ ഒരു ദർബാറാണിത്. മഹാനവകൾ 963 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ദീന് ദഅവത്ത് നടത്തി വഫാത്തായതാണ്. ഇവർ വഫാത്തായത് റമളാനിൽ 14 വഫാത്തായത്. അതുകൊണ്ട് ഇവിടെ റമളാൻ 1 മുതൽ 14 വരെ ഇവിടെ ഉറൂസ് ആരംഭിക്കുകയാണ്. വളരെ പ്രശസ്തമായ ഒരു സ്ഥലമാണ്. വളരെ ആ കാലഘട്ടത്തെ ഔലിയാക്കൾ അമ്പിയാക്കൾ എല്ലാം ഇവിടത്തേക്ക് വന്ന് ഇവരെ കണ്ട് ദഅവത്ത് നടത്തിയതാണ് ഇവിടെ തമിഴ്നാട്ടിൽ. ഇവിടെ വ്യത്യസ്തമായ പല രീതികളും ഇവിടെ കാണാം.
അപ്പോൾ അതൊന്നും കണ്ടിട്ട് നിങ്ങൾ അസ്വസ്ഥതരാകരുത്. അതിവിടുത്തെ ഒരു കൾച്ചറാണ്. അപ്പോൾ എല്ലാവരും ഇവിടെ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരാണെന്ന് പറയാൻ തമിഴ്നാട് തിരുച്ചിനാപ്പള്ളിയാണ്. ആരെങ്കിലും ചോദിച്ചാൽ പറയും തബലയാലം ബാദിഷ ദർബാർ. ഇവിടെ എല്ലാവരും പള്ളിയല്ല പറയുന്നത്, പള്ളി വാസൽ എന്ന് പറയണം. പള്ളി വാസൽ എന്ന് പറഞ്ഞാൽ ദർഗ എന്ന് പറഞ്ഞാൽ ദർബാർ എന്ന്, അല്ലെങ്കിൽ മക്കാമെന്ന് പറഞ്ഞാൽ ഇവിടെ അറിയില്ല. തബലയാലം പള്ളി വാസൽ എന്ന് പറഞ്ഞാൽ അവിടത്തേക്ക് എല്ലാവർക്കും ഇവിടുന്ന് എല്ലാം അറിയാവുന്നതാണ്. തിരുച്ചിനാപ്പള്ളിയിൽ നിന്ന് ഇവിടുത്തുനിന്ന് രാജാ ബസ് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ ആരും കൊണ്ടുപോകും. രാജാ ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരുച്ചിനാപ്പള്ളി ബസ് സ്റ്റാൻഡിൽ നിന്ന് അവിടുന്ന് 7 രൂപ കൊടുത്താൽ ഇവിടത്തേക്ക് രാജാ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇവിടത്തേക്ക് നടന്നിട്ട് പോകാനുള്ള വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഹാനവറുടെ കുറച്ച് കഥകൾ പറഞ്ഞാൽ ഓൾറെഡി യൂട്യൂബ് ചാനലിൽ എല്ലാ തരത്തിലും എല്ലാ മോഡിഫിക്കേഷനിലും എല്ലാ ഭാഷയിലും കഥ പറഞ്ഞതുകൊണ്ട് എൻ്റെ വാക്കിന് അവിടെ പ്രശസ്തിയില്ല. അതുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് വന്നു, സിയാറത്ത് ചെയ്തു. ഇവിടെ സിയാറത്ത് എന്ന് പറഞ്ഞാൽ ജുമാക്ക് 12 മണി മുതൽ 2 മണി മുതൽ പ്രത്യേകതമായ ദിവസങ്ങൾക്ക് മാത്രമാണ് ഇവിടെ സിയാറത്ത് അനുവദിക്കുന്നുള്ളത്. മറ്റച്ചാൽ നോർമലാണെങ്കിൽ സൊബി 4 മണിക്ക് മുതൽ സൊബി 4 മണിക്ക് തുറന്നാൽ 7 മണിയാകുമ്പോൾ അവർ ദർബാറിൻ്റെ മക്കാമ് അടക്കുന്നതാണ്. പിന്നെ മഹരിബ് 5 മണിക്ക് മുതൽ 5 മണി മുതൽ 10 മണി വരെ ഓപ്പൺ ആവുമെന്നാണ് പറയുന്നുള്ളത്. അതിൻ്റെ പിന്നെ നിങ്ങൾക്ക് പിന്നെ ദർബാറിലേക്ക് സിയാറത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ 100 രൂപ ദർഗ കമ്മിറ്റി അടച്ചിട്ട് റെസീറ്റ് പിൻപറ്റി ഉള്ളിലേക്ക് എത്ര മണിക്കൂർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിയാറത്ത് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അങ്ങനെ ഒരു സമ്പ്രദായമാണ് ഇവിടെ നടന്നു വരുന്നുള്ളത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തബലയാലം ബാദിഷ ദർബാറിലാണ്. അപ്പോൾ സിയാറത്തെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ ഇൻഷാ അല്ലാ ഇവിടെ നാഗൂരുമായി വളരെ ബന്ധമുണ്ട്. നാഗൂർ ഷാഹുൽ ഹമീദ് പാപ്പയുടെ വളരെ മേറിയ ഒരു സാമിത്യം ഇവിടെ ഉണ്ട്. അപ്പോൾ മഹാനവരോട് 41 ദിവസം ഇവിടെ ഇരുന്ന് ചില്ലയുണ്ട്. അവിടെ പോയാൽ അവരെ ഇരുന്ന സ്ഥലത്ത് പോയാൽ ഉപ്പും കുരുമുളകും കിട്ടും, കല്ലുപ്പ് കിട്ടും. അതാണ് അവരെ കാലഘട്ടത്തിൽ അവർ കൊടുത്തു വന്നിട്ടുള്ള ഒരു സമ്പ്രദായം. അവർ ആ ഒരു കൊടുത്താൽ എല്ലാവർക്കും ഒരു ശുഫയാണത്. അതാണ് അവരുടെ മരുന്ന്. അതിപ്പോൾ അവിടെ പോയാൽ അവർ സിയാറത്ത് ചെയ്ത് വരുമ്പോൾ തൊട്ട് ബാക്കിൽ, അതായത് ലെഫ്റ്റ് സൈഡിൽ ആ ഒരു മഹാനവരോട് ഇരുന്ന സ്ഥലം കാണാം. പിന്നെ അവർക്ക് ആ നേർച്ച അവിടത്തേക്ക് കൊടുക്കുക. പിന്നെ അവരുടെ ചീരണി വാങ്ങിക്കുക. അവരാണ് ചീരണി കൊടുത്തത്. അങ്ങനെയാണ് തബലയാലം ബാദിഷയുടെ ചീരണി എന്ന് പറയുന്നത് ഫുഡാണ് മെയിൻ. ഇവിടുന്ന് ഇപ്പോൾ അള്ളാൻ്റെ കാരുണ്യം കൊണ്ട് ഒരാൾ നമുക്ക് 2 ചപ്പാത്തിയും കുറച്ച് ചിക്കനും നമുക്ക് തന്നതുകൊണ്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ അങ്ങനെ കഴിഞ്ഞുകൂടി. നമ്മൾ 2 പേരുണ്ട്. അവൻ്റെ ഒരു പേര് വെളിപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ, സാങ്കേതിക തകരാറുണ്ടത് കൊണ്ട് അവൻ്റെ പേര് നമുക്ക് വെളിപ്പെടുത്താൻ പറ്റില്ല. അത് നമ്മളുടെ സുഹൃത്താണ്, അതങ്ങനെ അറിഞ്ഞാൽ മതി. സുബ്ഹാനല്ലാഹ്. അപ്പോൾ നമ്മളിപ്പോൾ ദർബാറിലെ സിയാറത്ത് ഇപ്പോൾ ചെയ്യാൻ നമുക്ക് പറ്റിയിട്ടില്ല. ഓൾറെഡി ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. ജഹലിയായ നടന്ന സമയത്ത് ഞാൻ ഇവിടത്തേക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ 2-3 പ്രാവശ്യം സിയാറത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. മാത്രം ഇന്ന് നമുക്ക് സിയാറത്ത് ചെയ്യാനുള്ള അവസരം കിട്ടിയിരുന്നില്ല. അന്ന് ആ ഒരു സമയത്ത് അവസരം നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതന്നെ ഒരു വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇനിയും പഠിച്ചവൻ്റെ അനുഗ്രഹത്തോടെ ഉണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഇവിടത്തേക്ക് വരാനും ദർബാറിൽ സിയാറത്ത് ചെയ്യാനും നമുക്ക് അവസരം ലഭിച്ചത് എനിക്ക് വലിയ റഹ്ബിനാണ്. കുറച്ചുകൂടെ സർവശക്തനായ അള്ളാഹുവിനോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഇൻഷാ അല്ലാഹ്. അപ്പം നിങ്ങളെല്ലാവരും ഇവിടെ വരൂ, എല്ലാവരും ഇവിടത്തേക്ക് വരൂ, സിയാറത്ത് ചെയ്യൂ. അപ്പോൾ ഞാനിപ്പോൾ ഇൻഷാ അല്ലാഹ് ഇവിടുന്ന് നേരെ നാഗൂർ ഷാഹുൽ ഹമീദ് ദർബാറിലേക്കാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും നമ്മളെ വീഡിയോസ് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേണ്ട പോലെ നമുക്കുള്ള അംഗീകാരം നമുക്ക് ലഭിക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ എല്ലാവരോടും പറഞ്ഞുകൊണ്ട് നമ്മളെ ഈ ചെറിയൊരു ബ്ലോഗ് വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവരും വീണ്ടും പറയുകയാണ്, ഷാഹുൽ ഹമീദ് ദർബാറിലേക്കാണ് ഞാൻ പോകുന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് തബലയാലം ബാദിഷ ദർബാറിലേക്കാണ്. തബലയാലം ബാദിഷ ദർബാർ തിരുച്ചിനാപ്പള്ളി, തമിഴ്നാടിൽ പ്രശസ്തമായ ഒരു ദർഗയാണ്.
ഇവിടെ എല്ലാവരും പറയുന്നുള്ളത് പള്ളി വാസൽ. ഓക്കെ, അസ്സലാമു അലൈക്കും വയാഹൃദ.